ഹലോ ഗെയ്സ്, മുഹമ്മദ് സ്വാഗതമാട്. നമ്മളെ ടെറസിൻ്റെ മുകളിൽ, വാർപ്പിൻ്റെ മുകളിൽ നമ്മളെ അടുക്കളത്തോട്ടാണ്, പച്ചക്കറിത്തോട്ടം. കണ്ടില്ലേ? പിന്നെ വീഡിയോയിലൊക്കെ കാണിച്ചാണ്. ഇപ്പം ഇന്ന് പയർ അറക്കലയക്കുന്നത്. പയറുണ്ടാണ്, നല്ല മാറുപയർ. ഇതൊക്കെ അറുത്തതാണ്, ആദ്യം ഉണ്ടായതൊക്കെ. അപ്പോൾ അത് അറക്കുന്നൊരു വീഡിയോ ആണ്. ഇന്ന് നിർത്തിയിട്ട് കാര്യമില്ല. അണ്ണാന്മാർ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ ലേസിൻ്റെ അർത്ഥം വെക്കുക എന്നുള്ളതില്ലേ, നിർത്തി കഴിഞ്ഞാലേ ജന്തുക്കൾ കേടെടുത്തുന്നുണ്ട്. പിന്നെ അവർക്ക് മള്ള കഴിക്കുക. അവരിപ്പോൾ എങ്ങനെ വരും, കുരങ്ങൊക്കെ വന്നിട്ടേ പെട്ടെന്ന് തിന്നു പോവുക. എൻ്റെ കമ്പുകളൊക്കെ പൊട്ടിക്കുന്നുണ്ട്. അപ്പോൾ അത് അറക്കുന്നൊരു വീഡിയോയാണ് ഇന്നത്തത്. പലതുണ്ട് കേട്ടോ. അങ്ങനെ മുളകും തൈകളൊക്കെ, മുളകുകൾ ഇഷ്ടം പോലെ അവിടെ ഉണ്ട്. അതൊക്കെ മുളകുകളുണ്ട്, കണ്ടില്ലേ? അതൊക്കെ മുളക് മരങ്ങളാണ്. ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പെട്ടിയിലൊക്കെ മുളകും തൈകളുണ്ട്. അപ്പുറത്ത് അതിൻ്റെ കുറച്ചപ്പുറം അത് അവിടെ ഉണ്ട്, നല്ല കായുള്ളത്. അതിമേലൊക്കെ നല്ല മുളക് ഉണ്ട്. മുളക് നല്ല വലിയ മുളകേ അതിമേലൊക്കെ ഉണ്ട്. ഒക്കെ മുളകും കൃഷിയാണ്. അങ്ങനെ തുരുതുരുന്നായി വരുന്നുണ്ട്. ചെറിയ മരത്തിലാണ് കൂടുതലുള്ളത്. അങ്ങനെയുണ്ട്, കണ്ട? നല്ല നാച്ചുറലായിട്ടുള്ള വളം, ജൈവവളം മാത്രം ഉപയോഗിച്ചിട്ട്, നമ്മളെ വീട്ടിലുള്ള വളങ്ങൾ മാത്രം, അല്ലാതെ മിച്ചറുകളൊന്നുമില്ല. പിന്നെ ഉരുളൻകിഴങ്ങ് കൃഷിയൊക്കെ നടക്കുന്നുണ്ട്. ഉരുളൻകിഴങ്ങിൻ്റെ കൃഷി വെറുതെ ഒന്ന് സാമ്പിൾ നോക്കി. അതാ വൈതളങ്ങ നല്ലോണം ഉണ്ടാകുന്നുണ്ട്. വൈതളങ്ങലൊക്കെ പൂവിട്ടിട്ടേ, വൈതളം തൈ അടക്ക വൈതളങ്ങ തൈകളാണ്. നമ്മൾ മുന്തിരികളൊക്കെ ഇങ്ങനെ പൊയ്ത്തിട്ട് അറക്കൽ തുടങ്ങിയിട്ടാണ്. മുന്തിരി നല്ല ഉഷാറായിട്ട് നല്ല മധുരത്തിൽ പൊയ്ത്ത്, അത് പൊയ്ക്കുന്ന അറുത്ത് പോരും. പയർ നിർത്താൻ വയ്യ. പയർ നിർത്തിക്കഴിഞ്ഞാലേ ചിലപ്പം നമുക്ക് കടയിൽ നിന്ന് വാങ്ങിയതൊക്കെ നല്ല മിച്ചറും പാറ്റമ്പോസൊക്കെ ഇട്ടതായിരിക്കും. ഇതുമായിട്ട് പാറ്റമ്പോസും ഇല്ല. കടലപ്പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്ക്, അങ്ങനെയൊക്കെയുള്ള സംഗതികൾ മാത്രം. അല്ലെങ്കിൽ വളം, കോഴിക്കാഷ്ടം, അതെല്ലാം പാടിട്ടിട്ടുള്ള വളങ്ങളാണ്. ഒരറക്കാനിങ്ങനെ ഒരു കമ്പനി അറക്കാനെ കാണാനുള്ള ആ ഇതേ അറക്കാൻ തോന്നലില്ല. അപ്പോൾ ചെങ്ങനെ ജന്തുക്കൾ കേട് വരുത്തുന്നുണ്ട്. അപ്പോൾ പിന്നെ അറക്കാതിരിക്കാനും വയ്യ. അല്ല, അറക്കാനുള്ള കാണാൻ ഇങ്ങനെ രാവിലെ വരുമ്പോൾ ഇതിങ്ങനെ കാണുമ്പോഴേ അതൊരു ആസ്വാദനം, വല്ലാത്തൊരാസ്വാദനമാണ്. ഇട്ടുണ്ടാക്കിയതാണ്. ഇപ്പോൾ പൊരിക്കുണ്ടാക്കാനുണ്ട്. അറുത്ത് കഴിഞ്ഞാൽ എന്താവും, നമുക്ക് നല്ല ഉപ്പേരിയാണ്ട് കഴിക്കാം. അപ്പോൾ വീട്ടിൻ്റെ മുകളിലെ സ്ഥലമുള്ള ആളുകൾ ഇതുപോലെ ഉണ്ടാക്കി വെച്ചാൽ എപ്പോഴെങ്കിലൊക്കെ ഒന്ന് രസത്തിന് നമുക്ക് അറുത്തെടുക്കാം. പയർ പീടിയിൽ നിന്ന് കൊണ്ടുവരാൻ എളുപ്പമുണ്ടല്ലോ. ഇപ്പോൾ എളുപ്പമുണ്ട്. ഇപ്പോൾ പീടിയിലാണ് പോയി കഴിഞ്ഞാൽ 1 കിലോ പയർ പറഞ്ഞാൽ ഈ പയർ കിട്ടില്ല. ഇതേ രസത്തിലുള്ള പയറും കിട്ടില്ല. അവിടെയാണ് മാറ്റം. അപ്പോൾ അതാണ് ഇങ്ങനെ ഒരു പയറുണ്ടാക്കൽ ആശയത്തിലേക്ക് മാറിയത്. അറിഞ്ഞിങ്ങനെ ഒരു തല ഉണ്ടാക്കി വരുമ്പോൾ വേറെ തല നമുക്ക് അറുത്ത് വരുമ്പോൾ ഇത് ഉണ്ടാക്കാനുണ്ട്. ഇപ്പം കണ്ടേ, ഏകദേശം ഒരു അരക്കിലോന് മീതപ്പം നമ്മൾ അറുത്തു അല്ലേ. അപ്പോൾ ഇനിയും വേണമെങ്കിൽ നമുക്ക് അറക്കാം. അങ്ങനെയുണ്ട്. പയറാണിത് കേട്ടോ. അപ്പോൾ ഇത് മാത്രമൊന്നുമല്ല, ഇനി കാണിച്ചുതരാം. ഉണ്ടവള്ളിയൊക്കെ വെച്ചിട്ടുണ്ട്. ഉണ്ടവള്ളി ഇനി നമ്മൾ സാധാരണ മലയാളികൾ മുണ്ടരവള്ളി, ഉണ്ടക്കിഴങ്ങിന് ഏരെടുത്തിട്ട് മണ്ണിൽ മാത്രം ഉണ്ടാക്കുന്നതാണ് കണ്ടിട്ടുള്ളത്.
അപ്പോൾ പല വീഡിയോകളിങ്ങനെ ഫോണിൽ യൂട്യൂബ് അല്ലെങ്കിൽ ഓൺലൈനിൽ ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോഴേ ചർച്ച ഇങ്ങനെ നടക്കുമ്പോൾ കാണേണ്ട കാഴ്ചയാണ്. അപ്പോൾ വള്ളി നേരെ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഇതൊരു ഫിലിപ്പീനിയാളോ അല്ലെങ്കിൽ ചൈനക്കാരൊരു ചൈനീസിൻ്റെ ഒരു പ്രത്യേകതയാണ്. എന്താണ്, വള്ളിനങ്ങനെ കയറുമല കയറ്റി കൊണ്ടുപോവുക. എന്നിട്ട് ഇതുപോലെ മറിച്ചിട്ട് ഇതിൽ മണ്ണ് കെട്ടി തൂക്കി കൊടുക്കുക. ഇതിൽ കീസയിൽ മണ്ണിട്ട് കൊടുത്താൽ ഓരോരോ കമ്പിൽ അതിൽ ഒന്ന് നോക്കിയിട്ട് ഒരു വേര് മാത്രം അവിടെ നിർത്തിയിട്ട് 1-2 വേര് നിർത്തിയിട്ട് ബാക്കിയുള്ള വേരുകളൊക്കെ ഒഴിവാക്കി കൊടുക്കുക. അപ്പോൾ അതൊക്കെ കിഴങ്ങായി മാറും. അപ്പോൾ അങ്ങനെ ഒരു പരീക്ഷണത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ ഉണ്ടവള്ളിനെ ഇതുപോലെ കയറ് കെട്ടിയിട്ട് പാറ്റിൻ്റെ വള്ളി എങ്ങനെ കയറിപ്പോയിച്ചാൽ അതേമാതിരി തന്നെ കയറ്റിലൂടി കയറ്റിക്കൊണ്ടു. അപ്പോൾ അടിയിലൊന്നും വേര് ഒട്ടുമില്ല. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അടിയിൽ വള്ളിയിലൊന്നും വേര് ഇറങ്ങില്ല. വേര് വള്ളിയിൽ മൊത്തത്തിൽ വേരിറങ്ങിക്കഴിഞ്ഞാൽ ഓരോരോ കണ്ണിയിലും വേരിറങ്ങി കഴിഞ്ഞാൽ കിഴങ്ങ് ഉണ്ടാവാൻ കുറവാണ്. അപ്പോൾ ഇതിപ്പോൾ എന്താ പാടുന്നാവും, ഇതിപ്പോൾ നല്ല വളമിലൊക്കെ നല്ല ഉഷാറാക്കി ഉണ്ടാക്കിയതാണ്. 2 ഐറ്റം വള്ളിയുണ്ട് ഇപ്പോൾ ഇതിൽ, 2 ഇനം വള്ളികളുണ്ട്. അപ്പോൾ ഇതൊരു ഇനം വള്ളിയാണ്, ഇത് വേറൊരു ഐറ്റം വള്ളിയാണ്. 2 ഐറ്റം വള്ളികളുണ്ട്. അപ്പോൾ എന്താ നോക്കാമെന്നുള്ളതിലേ ഒരു പരീക്ഷണം. അപ്പോൾ പയറിൻ്റെ കൂടെ തന്നെ ഉണ്ടവള്ളിയും കൂടിയാണ്. ഒരു ഏകദേശം ഒരു 25 മരടുണ്ട് സാമ്പിള്. അപ്പോൾ അതുമായിട്ടുള്ളൊരു വീഡിയോ ആണെന്ന് പയറിറക്കൽ പരിപാടി. അതൊന്നും ഇവിടെ വിത്തിന് നിർത്തിയിട്ടുണ്ട്. ഒന്ന് പഴുത്ത്, ഇതിൻ്റെ കൂടെ ഉള്ളത് ആദ്യം അറുത്ത് പോയതാണ്. ഒന്നുകൂടെ പഴുത്ത് പോയി. ഇപ്പോൾ അടുത്തത് ഇതൊന്നും കൂടി നിർത്തണം. 2 വിത്തിന് അവിടെ കിടന്നോട്ടെ. ആർക്കെങ്കിലുമൊക്കെ വിത്ത് കൊടുക്കാം. വിത്തിൻ്റെ ആവശ്യക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് വളമടാത്ത വിത്താവുമ്പോഴേ കൃഷിനെ സ്നേഹിക്കുന്ന ആളുകൾ, നാച്ചുറലായിട്ടുള്ള പച്ചക്കറി ഉണ്ടാക്കണം, കഴിക്കണം എന്നുള്ള ആശയക്കാർക്കാണ് ഇത്തരം ഇതിനോടൊക്കെ താല്പര്യം ഉണ്ടാവുന്നത്. ഇതിപ്പോൾ ഇങ്ങനെ വെറുതെ വരിയിലിരുന്നപ്പോൾ വീട്ടിൻ്റെ മുകളിലേ വീടിന് കുറച്ച് തണുപ്പുമായി. ഇനി ചിരങ്ങ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനുണ്ട്. പിന്നെ നമ്മളെ മാവും തെയ്യൊക്കെ അങ്ങനെ കാണിക്കുന്നതാണ്. മാവും തെയ്യ് എല്ലാ പുഷ്ടിപ്പോടും ഇവിടെ വരുന്നുണ്ട്. ഇവിടെ കഥ ഇവിടെ കണ്ട മുളക് ഇങ്ങനെ പൂവിട്ടിട്ടുണ്ട്. നിങ്ങൾ നല്ല ഉഷാറായിട്ട് ഒക്കെ ഫുള്ള് മുളക് തന്നെയാണ്. മുളക് കുറേ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. മുളകിനും നല്ല വില ഉണ്ട്. ഉണക്കിയിടിച്ചാലൊക്കെ നല്ല ഉഷാറ് തന്നെയാണ്. 150-200 റുപ്യൊക്കെ ഇപ്പോൾ മുളകിന് കൊടുക്കണം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അവിടെ കൃഷി തൈകളൊക്കെ അങ്ങനെ മുളപ്പിച്ചിട്ടുണ്ട്. അതിലൊക്കെ തൈകളിങ്ങനെ ആയി വരികയാണ്. തക്കാളി തൈകൾ പാകിയതാണ്. തക്കാളി തൈ മുളപ്പിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ നനക്കാൻ കയറിയപ്പോൾ ലേശം പയറും കണ്ട് അറുത്തുന്നുള്ള. അപ്പോൾ ആ വീഡിയോ കാണുന്ന ആളുകളെല്ലാവരും പരമാവധി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലൊക്കെ സംരംഭങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കുക. അതുപോലെ നമുക്ക് എന്തെങ്കിലും അതുപോലെ സ്റ്റാൻഡ് അലുമിനിയത്തിൻ്റെ ട്രൈ ഉണ്ടാക്കിയിട്ട് അതിലാണ് വെച്ചിട്ട് വെള്ളം അടി പോവാതിരിക്കാനുള്ള സംവിധാനം. വെള്ളം നേരെ അതിലേക്ക് ഒഴുകി വരുന്ന വെള്ളം നേരെ ബക്കറ്റിലേക്കൊക്കെ വീണ്ടും ചാടും. അപ്പോൾ നമുക്ക് വാർപ്പിലാവില്ല. ഇതുപോലൊക്കെ പെട്ടികളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതുപോലൊക്കെ പെട്ടികൾ ഉണ്ടാക്കണം. ആദ്യം ബോക്സ് അടിക്കണം. നമ്മൾ മരത്തിൻ്റെ ബോക്സ് ഇതുപോലൊക്കെ കാല് ഇതൊക്കെ കൊടുത്തിട്ട് കാലൊന്നും നനയാത്ത കോലത്തിലാണ്. കാലൊക്കെ ബൈക്കിൻ്റെ ട്യൂബ് ഇതിൽ കവറിങ് ആയതാണ്. പൊന്തിച്ച് കഴിഞ്ഞാൽ അത് പൊന്തിക്കാൻ വലിയ 2 സ്റ്റാൻഡ് 2 സ്റ്റാൻഡുമ്മലാണ് ഇരിക്കുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വാർപ്പിൻ്റെ മുകളിൽ നല്ല കൃഷികളൊക്കെ ഉണ്ടാക്കാം. പിന്നെ നമുക്കൊരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ കയറി വന്നേ അതൊക്കെ ഒന്ന് കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെട്ട നമുക്കൊരു ലൈക്കൊക്കെ അടിച്ച് പ്രോത്സാഹിപ്പിക്കുക. ഇനിയും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലത് വരട്ടെ. മുഹമ്മദ് സ്വാഗതമാണ്. ഓക്കെ.